ഫൈറൂസ് കല്ല് പതിപ്പിച്ച മോതിരം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ആ കരങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുകയില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചതാണ്. മോതിരക്കല്ലുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പഠന ക്ലാസ്സാണ് ഇന്നത്തെ മജ്ലിസ്. ഫൈറൂസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ മഹത്വം എന്താണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ അമലുകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ ഇൻഷാ അല്ലാഹ് മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മോതിരക്കല്ലുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ മജ്ലിസാണ് ഇന്ന്. മോതിരക്കല്ലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 മജ്ലിസുകൾ നമ്മൾ നടത്തിയിരുന്നു. പാർട്ട് 1, പാർട്ട് 2, ഇന്ന് പാർട്ട് 3 കഴിഞ്ഞ 2 മജ്ലിസുകളിൽ നമ്മൾ സംസാരിച്ചത് മോതിരക്കല്ല് പഠനത്തിൻ്റെ ലക്ഷ്യവും മോതിരക്കല്ല് ധരിക്കൽ സുന്നത്താണ് എന്നും പുരുഷന്മാർ ഏത് മോതിരങ്ങളാണ് ധരിക്കേണ്ടതെന്നും സ്ത്രീകൾ ഏത് മോതിരങ്ങളാണ് ധരിക്കേണ്ടതെന്നും മോതിരം ധരിക്കേണ്ടുന്ന വിരലുകൾ ഏതൊക്കെയാണ് എന്നും മോതിരത്തിൽ ധരിക്കപ്പെടുന്ന കല്ലുകൾ വിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ട ആയത്തുകൾ, പരിശുദ്ധമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള കല്ലിൻ്റെ മഹത്വങ്ങൾ, നമ്മുടെ ഉലമാക്കളുടെ നിർദ്ദേശങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ മോതിരവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും കഴിഞ്ഞ 2 മജ്ലിസുകളിലായി നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് മൂന്നാമത്തെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൈറൂസ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു കല്ലിനെ കുറിച്ചാണ്. ഒരുപാട് കല്ലുകളുണ്ട്. ഫൈറൂസ്, അഖീഖ്, യാഖൂത്ത്, മർജാൻ അഥവാ പവിഴം, മരതകം, ഡയമണ്ട്, നാഗപ്പച്ച, ചന്ദ്രകാന്തം, പൂച്ചക്കണ്ണ്, അക്കിക്കല്ല്, ഇന്ദ്രനീലം, ഇങ്ങനെ ഒരുപാട് കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഓരോ കല്ലുകളാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഇന്ന് ഫൈറൂസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമെന്ന് ആഗ്രഹിക്കുകയാണ്. ഫൈറൂസ് അല്ലെങ്കിൽ ഫൈറൂസജ് പേർഷ്യൻ ഭാഷയാണ്. വിജയം നൽകുന്നത്, വിജയം എന്നൊക്കെയാണ് ഫൈറൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. പഴയ കാലഘട്ടത്തിൽ ഈ രത്നങ്ങളെ ശേഖരിക്കുക, രത്നങ്ങൾ വാങ്ങിക്കൂട്ടുക, അത് ധരിക്കുക, അതിനെക്കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതൊക്കെ പഴയ രാജാക്കന്മാരുടെ ഒരു ഹോബിയായിരുന്നു. അങ്ങനെയുള്ള പഴയ രാജാക്കന്മാരുടെ ഇഷ്ടരത്നമായിരുന്നു ഫൈറൂസ് എന്ന് പറയുന്ന രത്നക്കല്ല് എന്നുള്ളത്. അവർ അതിന് വലിയ സ്ഥാനം നൽകിയിരുന്നു, നല്ല മഹത്വം നൽകിയിരുന്നു, വലിയ നല്ല നിലവാരമുള്ള കല്ലായി അവർ കണക്കാക്കിയിരുന്നു, താല്പര്യത്തോടെ അവർ ശേഖരിച്ചിരുന്നു എന്നർത്ഥം. പല രാജ്യങ്ങളിലും ഫൈറൂസ് ഖനനം ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ, ഇറാൻ, മെക്സിക്കൻ, അതുപോലെ മിസിരി, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് ഇത് ഖനനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാനിലെ നൈസാപൂർ പർവ്വതത്തിലാണ് ഏറ്റവും കൂടുതലായി ഫൈറൂസ് കല്ലുകൾ ഖനനം ചെയ്യപ്പെടുന്നത്, കാണപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ നിറം വരുന്നത് ഇളം നീല കളർ വരുന്നുണ്ട്, ഇളം പച്ച വരുന്നുണ്ട്, പച്ചയും നീലയും കൂടിക്കലർന്ന നിറം വരുന്നുണ്ട്, ആകാശ നീല വരുന്നുണ്ട്, നിറം മാറ്റം സംഭവിക്കുന്ന ഫൈറൂസ് കല്ലുകളുമുണ്ട്. എൻ്റെ കയ്യിലുള്ള ഫൈറൂസ് ഹുസൈനി ഫൈറൂസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ പച്ച ഫൈറൂസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫൈറൂസാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ധരിക്കാറും ഫൈറൂസാണ്. ഫൈറൂസിൻ്റെ മഹത്വങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവോട് പല കല്ലുകളും ധരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട യുദ്ധത്തിൽ വിജയം ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ഒരു കല്ലാണ് ഫൈറൂസ് എന്നുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബറക്കത്ത് ലഭിക്കാൻ ഫൈറൂസ് കല്ല് ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ റിസ്ക്കിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഖൈറും ബറക്കത്തും പുരോഗതിയും ഉണ്ടാകാൻ
ഫൈറൂസ് കല്ല് ധരിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ മുന്നേറ്റവും വിജയവും ലഭിക്കാൻ, മത്സരത്തിൽ മുന്നേറ്റം ലഭിക്കാൻ വേണ്ടി, അത് ഏത് മത്സരമാകട്ടെ, പരീക്ഷ മത്സരമാകട്ടെ, കായിക മത്സരമാകട്ടെ, ഇൻ്റർവ്യൂ ഒരു മത്സരമാണല്ലോ. കാരണം ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ടാകും, ജോലി ആവശ്യക്കാരുണ്ടാകും, അവിടെ വരും. എന്നിട്ട് അതിൽ നിന്ന് 1-2 ആളുകളെയാണല്ലോ സെലക്ട് ചെയ്യുക. അപ്പോൾ അതൊരു മത്സരമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി, കായിക മത്സരങ്ങൾ പാസ്സാകാൻ വേണ്ടി, പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി, നീറ്റ് പോലെയുള്ള എക്സാമുകളിൽ ഉയർന്ന റാങ്ക് നേടിയെടുക്കാനൊക്കെ, അങ്ങനെ പരീക്ഷകളിൽ മുന്നേറ്റം അതുപോലെ വിജയം നേടിയെടുക്കാൻ ഫൈറൂസിലൂടെ സാധിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ, അൽ ഐനു ഹഖ്കുൻ, കണ്ണേറ് സത്യമാണ്. ശാസ്ത്രത്തിന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുന്നു, കണ്ണേറ് സത്യമാണ്. ഒരാൾ നമ്മെ കണ്ണ് തട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ നോക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അനുഗ്രഹങ്ങൾ കണ്ടൊന്ന് അത്ഭുതപ്പെട്ട് നോക്കിയാൽ അവർ പോലും അറിയാതെ ചിലപ്പോൾ കണ്ണേറ് സംഭവിക്കും. അങ്ങനെയുള്ള കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ ഫൈറൂസ് കല്ല് ധരിക്കുന്നത് നല്ലതാണ്. സംഭവിച്ച കണ്ണേറ് സംഭവിച്ച കാരണത്താൽ നീങ്ങിപ്പോയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ കണ്ണേറ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിക്കിട്ടിക്കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള കണ്ണേറുകൾ നീങ്ങിക്കിട്ടാൻ ഫൈറൂസ് കല്ല് ധരിക്കുന്നത് നല്ലതാണ്. ഫൈറൂസ് കല്ല് ധരിക്കുന്ന കൈകൾ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കുകയില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാനും, ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകാനും, ഭൗതിക ഗുണങ്ങൾ ഉണ്ടാകാനും, നമ്മുടെ ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ, കച്ചവടങ്ങളിൽ, ജീവിത മാർഗങ്ങളിൽ വളർച്ചയുണ്ടാകാൻ, ഉയർച്ചയുണ്ടാകാൻ, സാലറി വർദ്ധിപ്പിച്ച് കിട്ടാനൊക്കെ, അതാണല്ലോ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള സാമ്പത്തികമായ പുരോഗതി ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലൊക്കെയും ബറക്കത്തുണ്ടാകാൻ ഫൈറൂസ് കല്ല് ധരിക്കുന്നത് നല്ലതാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ ഫൈറൂസ് കല്ല് നടുവിരലിൽ ധരിച്ചു കഴിഞ്ഞാൽ, മോതിരം ധരിക്കൽ ഏറ്റവും നല്ലത് വലത് കൈയിൻ്റെ ചെറുവിരലിലാണ്, അത് കഴിഞ്ഞാൽ ഇടത് കൈയിൻ്റെ ചെറുവിരലിലാണ്. മറ്റു വിരലുകൾ ധരിക്കുന്നതിൽ കർമ്മശാസ്ത്ര രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ചില ഉലമാക്കൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഫൈറൂസ് കല്ല് പതിപ്പിച്ച മോതിരം നടുവിരലിൽ ധരിച്ചു കഴിഞ്ഞാൽ കൂവത്തുണ്ടാകും. അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ഭാര്യയുമായി ജിമാഅ് ചെയ്യുമ്പോൾ, സെക്സിൽ ഏർപ്പെടുമ്പോൾ നല്ല ശക്തി ഉണ്ടാകാനും, നല്ല ഉന്മേഷമുണ്ടാകാനും, നല്ല താല്പര്യമുണ്ടാകാനും, പരസ്പര സ്നേഹമുണ്ടാകാനും, ആ വിഷയം റാഹത്തായി കിട്ടാൻ അത് സഹായിക്കുമെന്ന് വിശദീകരിച്ച ഉലമാക്കളുണ്ട്. ഇങ്ങനെ ഫൈറൂസിൻ്റെ മഹത്വങ്ങൾ എണ്ണിപ്പറയുകയാണെങ്കിൽ ധാരാളം നമുക്ക് പറയാനുണ്ട്. സാമ്പത്തികമായ ഗുണം, ഭൗതികപരമായ ഗുണം, ആത്മീയമായ ഉയർച്ച, എല്ലാ ആവശ്യങ്ങൾക്കും ഫൈറൂസ് കല്ല് ധരിക്കൽ പ്രത്യേകം നല്ലതാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഫൈറൂസ് കല്ല് എല്ലാവർക്കും ധരിക്കാമെന്നുള്ളതാണ്. ചില കല്ലുകൾ ചില ആളുകൾക്ക് ധരിക്കാൻ പറ്റില്ല. എന്നാൽ ഫൈറൂസ് അങ്ങനെയല്ല. ഫൈറൂസ് കല്ല് എല്ലാ ആളുകൾക്കും ധരിക്കാമെന്നുള്ളതാണ്. ധാരാളം അമലുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നേടിത്തരാൻ, നമ്മുടെ ഈ കല്ല് നമുക്ക് അനുയോജ്യമാക്കാൻ, ഈ കല്ലിലേക്ക് നമ്മുടെ റൂഹാനിയത്തിനെ എത്തിക്കാൻ, ഇങ്ങനെ തുടങ്ങി ഈ കല്ലിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കാൻ, ഖാദിമീങ്ങൾ ഈ കല്ലിൽ ഹാജരാകാൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ അമൽ നമ്മൾ പഠിക്കുകയാണ്. വുളു എടുക്കുക. പരിപൂർണമായ വുളു എടുത്തതിൻ്റെ ശേഷം ഫൈറൂസ് കല്ലെടുക്കുക. എന്നിട്ട് ഫൈറൂസ് കല്ലിൽ നല്ല ഊത് പുരട്ടുക. നല്ല ഊത് പുരട്ടിയതിന് ശേഷം അത് നമ്മുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് നമ്മളവിടെ ഇരുന്നിട്ട് നമ്മുടെ പേരിൻ്റെ അതത് പ്രകാരം സൂറത്തുൻ നംലിലെ 30-31 ആയത്തുണ്ട്. ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ എന്ന് നമ്മൾ ചൊല്ലിയിട്ട് ആ കല്ലിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഖാദിമീങ്ങൾ ആ കല്ലിൽ വരും. എന്ന് പറഞ്ഞാൽ ആ കല്ലിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് ലഭിക്കും. ആ കല്ല് ധരിക്കുന്നതിലൂടെ നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഫൈറൂസിൻ്റെ മഹത്വങ്ങളും ഇനിയും ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ സംസാരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിൻ്റെ വഴികൾ
വഴികളും ബറക്കത്തിൻ്റെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും വിജയവും ഹസനത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.